ഹലോ. അപ്പൊ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ മൗറീഷ്യസ് സ്റ്റുഡന്റ് വിസയുടെ വീഡിയോ ഇടുന്ന ടൈമിൽ ഒരുപാട് പേര് അത് കണ്ടിട്ട് ഞാൻ ഉടായിപ്പാണ്, ഇങ്ങനത്തെ ഒരു വിസ കിട്ടാൻ പോകണില്ല, ആരും കയറി പോവാനും പോകണില്ല എന്ന് പറഞ്ഞവരുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാണുന്നതെല്ലാം നമ്മളെ പിള്ളേരാണ്. ഇവരെല്ലാം മൗറീഷ്യസിൽ എത്തിയിട്ടുമുണ്ട്, ജോലി ചെയ്യുന്നുമുണ്ട്, ഇപ്പൊ അവിടെ പഠിക്കുന്നുമുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം മൗറീഷ്യസ് സ്റ്റുഡന്റ് വിസയാണ്. നമ്മുടെ സ്വന്തം സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ള വിസാസ് തന്നെയാണ്. പിന്നെ ഞാൻ എന്റെ സ്റ്റുഡൻസിനെ കയറ്റി വിട്ടിട്ടുണ്ട്, ഞാൻ അതുപോലെ അവരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന നമ്മളെ സ്റ്റുഡൻസിന് ഫുൾ അറിയാം. ഓക്കെ, മാത്രമല്ല ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഈ ഒരു 2.6 ഫീസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടപ്പോൾ ആ ഫീസ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ ഉടായിപ്പെന്ന് വിളിച്ചവരുണ്ട്. അതായത് വെളിയിൽ കുറെ ഏജന്റുമാര് 4 ലക്ഷം രൂപയ്ക്കാണ് ഫീസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2.6 ഇടുമ്പോൾ ഇവരെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ എന്തോ ഉടായിപ്പാണ്, അതാണ് ഞാൻ ഇത്രയും കുറച്ച് കൊടുക്കുന്നത് വിചാരമുണ്ട്. സോ അതിന്റെ പേരിലും ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. ആ ഫീസിൽ തന്നെയാണ് നമ്മളെ പിള്ളേരെല്ലാം ഇപ്പൊ കയറി പോയിട്ടുള്ളത്. 2.6 ഫീസിൽ തന്നെയാണ് കയറി പോയിട്ടുള്ളത്. മാത്രമല്ല അവിടെ പോയി പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഏണിങ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഈ യൂറോപ്പ് കൺട്രി UK പോലെ ലക്ഷങ്ങളൊന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഏണിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് മൗറീഷ്യസ്. മാത്രമല്ല അത്യാവശ്യം ഈസി ആയിട്ട് 1.5 മാസം കൊണ്ട് തന്നെ കയറി പോകാനും പറ്റും. പിള്ളേർ കയറി പോയിട്ടുമുണ്ട്. ഓക്കെ, ഇനി ഇത് ഉടായ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്നേക്കില്ല. ഈ കാണുന്ന എല്ലാം മൗറീഷ്യസിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്റ്റ് അഫിലിയേഷൻ ആണ്. നമ്മൾ ഡയറക്റ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പാർട്ണറുമാണ്. അപ്പോൾ ഇതും ഉടായ്പല്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.